വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിൽവാമാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മറ്റു സ്നേഹം നിറഞ്ഞ മുതഅല്ലിം സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം വീണ്ടും ഒരു സ്വാതന്ത്ര്യദിന ആഘോഷ വേളയിൽ എത്തിയിരിക്കുകയാണ്. ഈ മഹത്തായ സുദിനത്തിൽ നാം നമ്മുടെ രാജ്യത്തിൻ്റെ സമര പോരാട്ടങ്ങളെക്കുറിച്ചും സമര നേതാക്കളെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. പ്രത്യേകിച്ച് കേരളക്കാരായ നമ്മൾ നമ്മുടെ മലബാർ പ്രദേശത്തുണ്ടായ മലബാർ കലാപത്തെക്കുറിച്ച് നാം ആധികാരികമായി നാം പഠിക്കുകയാണെങ്കിൽ നിരവധി വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. പ്രധാനമായും മലബാർ കലാപം എന്ന പേരിൽ തന്നെ നമുക്ക് അതിൻ്റെ വിവാദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മലബാർ കലാപമല്ല, മറിച്ച് മാപ്പിള കലാപമാണെന്ന് പറയുന്ന ഒരു വിഭാഗത്തെയും, അതല്ല മാപ്പിള കലാപമല്ല, മറിച്ച് അത് മലബാർ സ്വാതന്ത്ര്യ സമരമാണെന്ന് പറയുന്ന മറ്റൊരു വിഭാഗത്തെയും നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നമുക്ക് ആധികാരികമായി മലബാർ കലാപം എന്ന പേരിലൂടെ നമുക്ക് ഈ ചരിത്ര താളുകളെ നമുക്ക് കൊണ്ടുപോയി നോക്കാം. 1920 ആദ്യമായി നാം ശ്രദ്ധിക്കുന്നത് 1920 അവിടുത്തെ കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക അവസ്ഥകളെ കുറിച്ചാണ്. പ്രത്യേകിച്ചും ആ കാലത്ത് നിലനിന്നിരുന്ന ജന്മി കുടിയാൻ സാമ്പത്തിക സമ്പ്രദായം 1920 കാലഘട്ടങ്ങളിൽ സുലഭമായിരുന്നു. പ്രത്യേകിച്ചും മാപ്പിള പ്രദേശങ്ങൾ അഥവാ മലബാർ പ്രദേശങ്ങളിൽ അത് വ്യാപകമായിരുന്നു. അങ്ങനെ ജന്മിമാരുടെ ക്രൂരതകൾ അഥവാ കുടിയാന്മാരോടുള്ള ക്രൂരതകൾ അധികരിച്ചു വന്നപ്പോൾ, അതല്ലെങ്കിൽ ക്രൂരതകളെ കുടിയാന്മാർക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായപ്പോൾ ഇതിനെയെല്ലാം എതിർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു കലാപം അഥവാ ഒരു സമരം ചെയ്യുക എന്നുള്ളതാണ് മലബാർ കലാപത്തിൻ്റെ കാരണമായി പറയപ്പെടുന്നത്. ഇതിന് മുമ്പ് ഉണ്ടായ ഒരു സംഭവം ഇതിനെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നിലമ്പൂർ കോവിലകം എന്നൊരു കോവിലകത്ത് പൂക്കോട്ടൂർ ശാഖയിലേക്ക് ഖിലാഫത്ത് പ്രവർത്തകർ കടന്നു കയറിയിട്ടുണ്ടെന്ന് ചില മിഥ്യാധാരണകൾ അഥവാ ചില പ്രസ്താവനകൾ അന്നത്തെ നിലമ്പൂർ കോവിലകത്തിലെ ജന്മിമാർക്കിടയിൽ വ്യാപിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് പൂക്കോട്ടൂർ ശാഖയിലെ പ്രധാനപ്പെട്ട ഒരു ജന്മിയുടെ കുടിയാനായിരുന്ന വി മുഹമ്മദിനെയാണ് ഖിലാഫത്ത് പ്രവർത്തകൻ എന്ന രീതിയിൽ ചിത്രീകരിച്ചത്. ഇതിനെ തുടർന്ന് വി മുഹമ്മദിൻ്റെ വീട് റെയ്ഡ് ചെയ്യുകയും ഇതേ തുടർന്ന് വി മുഹമ്മദിനെ ജയിലടക്കുകയും ഉണ്ടായത്. എന്നാൽ മാപ്പിളമാർ ഇതിനെ എടുത്തത്, അഥവാ മുസ്ലിം വിഭാഗം ഇതിനെ എടുത്തത്, ഇത് ഒരു മതകീയ അക്രമീയമായിട്ടാണ്, ജാതീയ അക്രമമായിട്ടാണ്. എന്നാൽ മാത്രമല്ല, ഒരു കൂട്ടം സംഘം നിലമ്പൂർ കോവിലകത്തെ 17 കുടുംബാംഗങ്ങളെ ഇതേ തുടർന്ന് കത്തിച്ചു കളയുകയുമായി ഉണ്ടായത്. എന്നാൽ മറ്റൊരു കാരണമായി പറയപ്പെടുന്നത് ജന്മി കുടിയാൻ സമ്പ്രദായമാണ്. പണ്ടുകാലത്ത് നിലനിന്നിരുന്ന ജന്മി കുടിയാൻ സമ്പ്രദായം പ്രത്യേകിച്ചും മലബാർ മേഖലകളിൽ സുലഭമായിരുന്നു. അതിനാൽ തന്നെ ജന്മി കുടിയാൻ വ്യവസ്ഥ അവർ ഏൽപ്പിക്കുന്ന അതികഠിനമായ ശിക്ഷകളും അതികഠിനമായ ജോലിയും താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. അതിനാൽ തന്നെ ഇതിനെയെല്ലാം എതിർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു കൂട്ടം വിഭാഗം ഏർപ്പെടുത്തിയ ഒരു യുദ്ധമാണെന്ന് പറയപ്പെടുന്നു. ഇതാണ് പ്രധാനമായും മലബാർ കലാപത്തിന് കാരണങ്ങളായി പറയപ്പെടുന്നത്. എന്നാൽ ഇതിലെയെല്ലാം പ്രത്യേകമായ ഘടകം എന്നുള്ളത് ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ച് കൂടുതലായി പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുപാട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അത് ഒരു മുസ്ലിം സംഘടനയാണെന്ന്, അഥവാ ഒരു സ്വാതന്ത്ര്യ സമര സംഘടനയാണെന്ന രീതിയിൽ നമുക്ക് ഈ ചരിത്രത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ ഈ കാരണങ്ങളാണ് പ്രധാനമായും മലബാർ കലാപത്തിൻ്റെ കാരണങ്ങളായി എണ്ണപ്പെടുന്നത്. അങ്ങനെ ഈ കാരണങ്ങൾക്കു ശേഷം
ആലി മുസ്ലിയാറും സംഘവും ഒരു സമരം സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ ഒരു സമരം സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തിരൂരങ്ങാടിയിൽ ഒരു സമരം അഥവാ ഒരു സംഘം ആളുകളെ വിളിച്ചു ചേർക്കുകയുണ്ടായി. ആലി മുസ്ലിയാർ തൻ്റെ പ്രഭാഷണങ്ങളിൽ അഥവാ മതകീയ പ്രഭാഷണങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധത പരത്തുകയും ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി സംസാരിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ബ്രിട്ടീഷ് പട്ടാളം ഒരു സംഘത്തെ തിരൂരങ്ങാടിലേക്ക് അയക്കുകയുണ്ടത്. എന്നാൽ ഇത് മറ്റൊരു രീതിയിൽ മാപ്പിളമാർക്കിടയിൽ ഖ്യാതി പരത്തി അഥവാ ഒരു മിഥ്യാധാരണ ഉണ്ടാക്കി. മമ്പുറഞ്ചാറവും പള്ളിയും ആക്രമിക്കപ്പെട്ടു എന്ന മിഥ്യാധാരണയായിരുന്നു അത്. അതിനാൽ തന്നെ വീണ്ടും അവർ ഒരു കലാപത്തിലേക്ക് അഥവാ ഒരു കലാപത്തിൻ്റെ ഒരു കാരണമായി പറയപ്പെടുന്നു. ഇങ്ങനെ ഉണ്ടായ മിഥ്യാധാരണകൾ തീർത്തും മാപ്പിളമാർക്കിടയിൽ രോക്ഷാകുലരായി തീർന്നു. മാപ്പിളമാർക്ക് ഇതിൻ്റെ സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. ഒരു കൂട്ടം മാപ്പിളമാർ ബ്രിട്ടീഷുകാരെ നേരിടുവാൻ രംഗത്തേക്ക് വന്നു. ഇതിനുശേഷം ബ്രിട്ടീഷ് പട്ടാളവും മുസ്ലിം വിഭാഗവും തമ്മിൽ അതികഠിനമായ യുദ്ധങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. ഒരുപാട് പേർക്ക് ജീവഹത്യയും മരണവും സംഭവിച്ച മലബാർ കലാപം പ്രധാനമായും തെക്കേ മലബാറിലാണ് കൂടുതൽ ശക്തി പ്രാപിച്ചത്. നിലമ്പൂരിലും പൂക്കോട്ടൂർ, പാണ്ടിക്കാട് എന്നീ ഭാഗങ്ങളിലാണ് പ്രധാനമായും മലബാർ കലാപത്തിൻ്റെ രക്തദൂഷിതാവസ്ഥ കൂടുതലായി നിലകൊണ്ടിരുന്നത്. ഈ കലാപങ്ങളുടെയും ഈ പ്രതിസന്ധികളുടെയും കാലങ്ങൾക്കു ശേഷം 6 മാസമാണ് ഈ കലാപം നീണ്ടു നിന്നത്. 1922 ഫെബ്രുവരി 26 മലബാർ കലാപത്തിന് അവസാനം കുറിക്കുകയുണ്ടായത്. പ്രിയമുള്ളവരെ, പ്രധാനമായും നാം ഈ ചരിത്രത്തിൽ നാം മനസ്സിലാക്കേണ്ടത് തീർത്തും മുസ്ലിം വിഭാഗം സ്വാതന്ത്ര്യ സമരത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. എന്നാൽ ഇന്ത്യൻ കൗൺസിൽ ഹിസ്റ്ററിക്കൽ റിസർച്ച് എന്ന വിഭാഗം പുറത്തിറക്കിയ ഒരു പ്രസിദ്ധീകരണത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളെ അഥവാ മലബാർ കലാപത്തിലെ വാര്യംകുന്നത്ത് കുന്നാമദ് ഹജ്ജ് പോലത്തെ ധീരയോദ്ധാക്കളെ ഒഴിവാക്കുന്നത് പോലത്തെ വെട്ടിക്കുറക്കൽ പോലത്തെ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചരിത്രം എന്തുമാകട്ടെ വസ്തുതകളെയാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം എല്ലാവരും മലബാർ കലാപത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചും കൂടുതലായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹ്ബ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.